ഓണത്തോടനുബന്ധിച്ച് കേരള ഹൈക്കോടതി കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ജില്ലകളിലും കോടതികളോടനുബന്ധിച്ച് പ്രത്യേകമായ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ 12-ന് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന സ്ഥിരം അദാലത്തിന്റെ ഭാഗമായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക അദാലത്ത് നടന്നു. അദാലത്തിന് നെയ്യാറ്റിൻകര MACT ജില്ലാ ജഡ്ജി കവിത ഗംഗാധരൻ നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്താൽ ഇന്ന് സ്പെഷ്യൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളം ഒട്ടാകെ എല്ലാ കോടതികളിലും ജഡ്ജിമാരും സിറ്റിംഗ് അദാലത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ആയിട്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് വെങ്ങാനൂർ പഞ്ചായത്തില് നമ്മളിവിടെ ഒരു അദാലത്ത് നടത്തുകയാണ്. 12ഓളം കേസുകൾ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇരുഭാഗങ്ങൾക്കും നോട്ടീസ് അയച്ച് 2 കക്ഷികളെയും വിളിച്ചു വരുത്തി ഒരു അഡ്വക്കേറ്റിന്റെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ സംസാരിച്ച് കേസ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു നടപടിയാണ് അദാലത്തിൽ കൂടെ നടക്കുന്നത്. 12 കേസുകളാണ് ഇന്ന് അദാലത്തിൽ പരിഗണനയ്ക്കുണ്ടായത്. അതിൽ 6 കേസുകൾ പൂർണ്ണമായും ഇരു കക്ഷികളുടെയും സമ്മതത്തോടുകൂടി പരിഹരിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേകമായ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലും ഇന്ന് ഒരു അദാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ ആളുകളുടെ പരാതികളും പ്രശ്നങ്ങളുമെല്ലാം സ്ഥിരമായ ഒരു അദാലത്തിലൂടെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനത്തിന് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ഈ മാസം 12-ാം തീയതി വെങ്ങാനൂരിൽ വെച്ച് ഗ്രാമ കോടതി എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയുള്ള സ്ഥിരം അദാലത്ത് സംവിധാനം കേരള ലീഗൽ സർവീസ് സൊസൈറ്റിയും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തും കേരള ഗാന്ധി സ്മാരക നിധിയും ഇതുമായി ബന്ധപ്പെട്ട റിട്ടയർ ചെയ്ത ജഡ്ജിമാർ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ട്രയൽ എന്നോണം ഈ ഇന്നത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അദാലത്തുകളോടൊപ്പം തന്നെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലും MACTയുടെ നെയ്യാറ്റിൻകരയിലെ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് 12-ാം തീയതി മുതൽ ഈ സംവിധാനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കും. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച പഞ്ചായത്തിൽ സിറ്റിംഗ് ഉണ്ടാവും. അവിടെ വെച്ച് രമ്യമായി പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്.